തൃക്കാക്കരയിൽ ഡോക്ടർ ജോ ജോസഫ്, അതുപോലെ പാലക്കാട് ഡോക്ടർ പി സരിൻ. ഇപ്പോഴിതാ നിലമ്പൂരിൽ കേൾക്കുന്ന പേര് ഡോക്ടർ ഷിന ബാബു. ഇങ്ങനെ ഡോക്ടർമാരെയും പൊതുസ്വതന്ത്രരെയും ഒക്കെ നിർത്തിയാൽ മതിയോ? ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ്, അതായത് രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് മൂന്നാമത്തെ തവണയാണ് പൊതു സ്വതന്ത്രൻ എന്ന പേരിൽ ഒരു ഇടത് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത്. അയാൾ ഡോക്ടറാണ് താനും. ഈ ഡോക്ടറിനോട് എന്താണ് ഇത്ര CPM-ന് പ്രണയമെന്ന് മനസ്സിലാകുന്നില്ല. ഡോക്ടറെ നിർത്തുന്നതൊക്കെ നല്ല കാര്യം, പക്ഷേ കുഞ്ഞാലിയുടെ മണ്ഡലമെന്ന് 24 മണിക്കൂറും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു സ്വതന്ത്രനെ നിർത്തി തോൽക്കാൻ തന്നെയാണോ നിങ്ങളുടെ ഉദ്ദേശം? ഇതിപ്പോൾ തന്നെ സൈബർ ഹാൻഡിലുകാർ, കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അതായത് ചരിത്രപ്രസിദ്ധമായ തൃക്കാക്കര ഓട്ടം എന്ന് പറഞ്ഞ് ഡോക്ടർ ജോ ജോസഫ് ഓടുന്ന ചിത്രം, അതിനുശേഷം പാലക്കാട് ഡോക്ടർ പി സരിൻ ചുമന്ന മുണ്ട് മടക്കി കുത്തി ഓടുന്ന ചിത്രം എന്നൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നിലമ്പൂരിൽ ഓടാൻ തയ്യാറായിട്ട് ഷിന ബാബുവിനെ നിർത്തുന്നു എന്നാണ് പറയുന്നത്. ആരാണ് ഷിന ബാബു എന്ന് ആദ്യം ഒന്ന് പരിശോധിക്കണം. ഷിന ബാബു നിലമ്പൂരിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ സൂപ്രണ്ടാണ്. അപ്പോൾ അദ്ദേഹം ലീവ് എടുത്തിട്ട് വേണം ഈ ഇലക്ഷന് മത്സരിക്കാൻ. ആ ഒരു സമയം കൊണ്ട് ഒരു സൂപ്രണ്ടിൻ്റെ സേവനമാണ് ഒരു ജില്ലാ ആശുപത്രിക്ക് പോകുന്നത്. നമുക്ക് ഓർമ്മ കാണും, നമുക്ക് മറക്കാൻ കഴിയാത്ത തൃക്കാക്കര ഇലക്ഷനിൽ സ്റ്റെതസ്കോപ്പൊക്കെ അണിഞ്ഞ് ഡോക്ടറുടെ യൂണിഫോമിൽ വന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സത്യാനന്തര ഗവേഷകൻ M സ്വരാജിൻ്റെ അപ്പുറത്തിരുന്ന് സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ ഡോക്ടർ ജോ ജോസഫിനെ, അദ്ദേഹം എനിക്ക് തോന്നുന്നു അസ്ഥിരോഗ വിദഗ്ധനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതോടുകൂടി ആ ചീട്ടങ്ങ് പെട്ടിയിലായി. പിന്നെ അദ്ദേഹം എങ്ങോട്ട് പോയെന്നോ എവിടെ പോയെന്നോ ഒന്നും അറിയില്ല. ഇലക്ഷനിൽ, അതായത് ബൈ ഇലക്ഷൻ വരുമ്പോൾ ആരും മത്സരിക്കാനില്ലാതെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ചിത്രങ്ങളൊക്കെ കോൺഗ്രസ് പാർട്ടി എടുത്ത് സൈബർ ഇടങ്ങളിൽ CPM-ന് എതിരായിട്ട് ഉപയോഗിക്കുന്നു. ഇതും അങ്ങനെ തന്നെ. ഷിന ബാബു എന്ന് പറയുന്ന വ്യക്തിയെ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ട്രോളാനുള്ള ഒരു ട്രോൾ ഉപകരണമായി മാത്രം ഇവിടെ കണ്ടാൽ മതിയാകും എന്നതാണ് സത്യം. ഇപ്പോൾ ജോ ജോസഫ് എന്ന സമയത്തെ കഥകളൊക്കെ നമുക്കറിയാം. ജോ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് പാർട്ടിയുമായി എന്താണ് ബന്ധം എന്ന് മാധ്യമപ്രവർത്തകർ തിരിഞ്ഞും മറിഞ്ഞും ചോദിക്കുമ്പോൾ, പണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എൻ്റെ അച്ഛനൊപ്പം ചുമരെഴുതാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോയിട്ടുണ്ട്. അച്ഛൻ കുനിഞ്ഞിരുന്ന് നിന്നപ്പോൾ ഞാൻ അച്ഛൻ്റെ മുതുകിൽ കയറി CPI-യുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മാധ്യമപ്രവർത്തകർ തിരിച്ചു ചോദിക്കുന്നു, SFI-യിലും DYFI-യിലുമുള്ള താങ്കളുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, SFI-യിലും DYFI-യിലും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ തന്നെയാണ് പിന്നീട് ഡോക്ടർ പി സരിൻ്റെ കാര്യം. പി സരിൻ കോൺഗ്രസിൽ കൂടിയാണ് വന്നത്. കോൺഗ്രസിൽ കൂടി വന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണെന്ന് തോന്നുന്നു അദ്ദേഹം MBBS പാസ്സായത്. അതിനുശേഷം അദ്ദേഹം ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റർ ജനറൽ വിഭാഗത്തിൽ സിവിൽ സർവീസിൽ എഴുതി വിജയിച്ചതാണ് അദ്ദേഹം. സിവിൽ സർവീസ് എഴുതി വിജയിച്ചതിന് ശേഷം അദ്ദേഹം ഇന്ത്യയിലെ തന്നെ പല ഭാഗങ്ങളിൽ ജോലി ചെയ്തു. കൃത്യം 8 വർഷങ്ങൾക്ക് ശേഷം ജോലി രാജിവെച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആവുകയും പിന്നീട് ഒറ്റപ്പാലത്ത് നിന്ന് മത്സരിച്ച് പരാജയപ്പെടുകയും ചെയ്തു. പാലക്കാട് സീറ്റ് കിട്ടാതെ വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോടും KPCC പ്രസിഡന്റിനോടും പ്രതിപക്ഷ നേതാവിനോടും പാലക്കാട് MLA ആയിരുന്ന വടകര MP ആയ ഷാഫി പറമ്പിലിനോടുമുള്ള അസ്വാരസ്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് ഇടത് സ്വതന്ത്രനായി മത്സരിച്ചു. ഇലക്ഷനിൽ 18,000 വോട്ടിന് നല്ല അന്തസ്സായിട്ട് തോറ്റു. 13 റൗണ്ടുള്ള പാലക്കാട് 13 റൗണ്ടിലും UDF-ന്റെ സ്ഥാനാർത്ഥി മുന്നിൽ വരാത്ത ഒരു തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് വലിയ വീരമായ ഡയലോഗുകളൊക്കെ മൊഴിഞ്ഞു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു. അദ്ദേഹം CPM-ന് കൊടുത്ത സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അതുപോലൊക്കെ തന്നെ ആയിരിക്കും നിലമ്പൂരിലെ ഷിന ബാബുവിൻ്റെ കാര്യവും. കാരണം അദ്ദേഹം നേരെ ചോദിച്ചെന്ന് ചെങ്കൊടി കാണാൻ പോകുന്നത് ഇപ്പോഴാണ്. അദ്ദേഹത്തെയൊക്കെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത്രത്തോളം അധപ്പതിച്ചു പോയോ? M സ്വരാജൊക്കെ വന്നിരുന്ന എല്ലാ ചാനൽ ചർച്ചകളിലും, സത്യാനന്തര ഗവേഷകൻ M സ്വരാജ് വന്നിരുന്ന് എല്ലാ ചാനൽ ചർച്ചകളിലും പറയുന്നത് എന്താണ്? കുഞ്ഞാലി, ഞങ്ങളുടെ കുഞ്ഞാലി, വെടിയേറ്റ് മരിച്ച കുഞ്ഞാലി, ആര്യാടൻ കൊന്ന കുഞ്ഞാലി, എന്തൊക്കെ വീരവാദങ്ങൾ M സ്വരാജൊക്കെ വന്ന് പറയുന്നു. എന്നിട്ട് ആ കുഞ്ഞാലിയുടെ മണ്ണിൽ, കുഞ്ഞാലി ജനിച്ച് ജീവിച്ച് മരിച്ച മണ്ണിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താൻ മാത്രം നാണം കെട്ടുപോയോ ഇടതുപക്ഷം അല്ലെങ്കിൽ CPM? സ്വരാജ് മത്സരിക്കത്തില്ല. നിലമ്പൂരിൽ മത്സരിച്ച് തോറ്റ് തൻ്റെ രാഷ്ട്രീയ ഭാവി കളയാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. കാരണം തൃപ്പൂണിത്തുറ കണ്ണു വെച്ചിരിക്കുകയാണ്. അതാണ് സ്വരാജ് മാറാത്തത്. നിലമ്പൂർ ഈ CPM പാർട്ടി വലിയ സംഭവമാണ്, ഞങ്ങൾ മത്സരിക്കാൻ നിർബന്ധമായും തീരുമാനം അറിയിച്ചു കഴിഞ്ഞാൽ മത്സരിക്കണം, ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിലും സ്വരാജ് പറഞ്ഞു ഞാൻ മത്സരിക്കാനില്ലെന്ന്. അതുകൊണ്ട് പകരം ഒരു
കുറ്റിച്ചൂലിനെ പിടിച്ചു നിർത്തുന്നു ചാവേറായിട്ട്. ഇടയ്ക്ക് വേറെ ആരുടെയൊക്കെ പേര് കേട്ടു. ഷെറോണ റോയി, ഈ നിലവിലെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, വഴിക്കടവ് ഡിവിഷനിൽ നിന്ന് വിജയിച്ച അംഗം, കോൺഗ്രസിന്റെ കുത്തക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു എന്നൊക്കെയാണ് കേട്ടത്. അങ്ങനെ ആയിരുന്നെങ്കിൽ പോലും ഒരു ഇടതുപക്ഷത്തിന്റെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിക്കാൻ ഒരാളുണ്ടാകുമായിരുന്നു. ഇതൊക്കെ എങ്ങനെ ഈ പറയുന്ന ഷിനാ ബാബുവിനെ പോലുള്ളവരുടെയൊക്കെ സ്ഥാനാർത്ഥിത്വത്തിനെ ജനങ്ങളെ വിട്ടേക്ക് ഇടതുപക്ഷത്തിലുള്ള അണികൾ എങ്ങനെ വിശ്വസിക്കും? ഈ സൈബർ സഖാക്കളുടെ അവസ്ഥയാണ് വളരെ പരിതാപകരം. എങ്ങനെ ഇവരിതിനെ ന്യായീകരിക്കും? മൂത്ത അന്തത്തിനും അറിയത്തില്ല, ഇളയ അന്തത്തിനും അറിയത്തില്ല ഇവരൊക്കെ ആരാണെന്ന്. മൂത്തത് ഇളയതിനോട് ചോദിക്കുമ്പോൾ ഇളയത് വാ തുറക്കുന്നു, ഇളയത് മൂത്തതിനോട് ചോദിക്കുമ്പോൾ മൂത്തതും വായ തുറക്കുന്നു. ഇനിയിപ്പോൾ രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. നമ്മുടെ താത്വിക ആചാര്യൻ കുമാരൻ മാസ്റ്റർ സന്ദേശ സിനിമയിൽ പറയുന്നത് പോലെ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ വളച്ചൊടിച്ച് വക്രീകരിച്ച് പറയണം. പ്രതിക്രിയാവാദികളും കൊളോണിയലിസ്റ്റുകളും പ്രഥമ ദൃഷ്ടി അകൽച്ചയിലായിരുന്നെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ തോറ്റത്. എന്തായാലും തോക്കും, ഉറപ്പാ. ഷിനാ ബാബു ആണെങ്കിൽ ഉറപ്പായിട്ടും തോക്കും. ഇനി ആർക്കും മനസ്സിലാവാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഷിനാ ബാബുവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനെയും അതുവഴി ബാക്കി വരുന്ന എന്തിനേയും മറികടക്കാമെന്നായിരിക്കും ഇടതുമുന്നണി കരുതുന്നത്. എന്തായാലും ഷിനാ ബാബു മറ്റൊരു ജോ ജോസഫും മറ്റൊരു ഡോക്ടർ പി സരിനും ഒന്നും ആവാതെ ഇരുന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാഗ്യം, മറ്റൊന്നുമില്ല പറയാൻ.